ഹലോ ഓടി വാ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു അടിപൊളി ദോശ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു പ്രോട്ടീൻ റിച്ച് ആയ കിഡ്സ് ഫ്രണ്ട്ലി ആയ ക്യാരറ്റ് ദോശയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു പിടി ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ്. അത് 2 സെഷനായിട്ട് നമ്മൾ അരയ്ക്കാൻ പോവുക കേട്ടോ. കുതിർത്തിയ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളകും പിന്നെ ഒരു 4 ഉണക്കമുളകും കൂടി ഇട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് അരച്ചേ. ഇനി സെക്കൻഡ് സെറ്റിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ് കൂടി പീൽ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ നിങ്ങൾ. വാവ്, കണ്ടോ ആ കളർ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പ്രോട്ടീൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ്. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള നമ്മുടെ കുട്ടന്മാരൊക്കെ എടുത്ത് നമുക്ക് ക്യാരറ്റ് കഴിപ്പിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ട്രിക്കാണ്. പിന്നെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഓറഞ്ച് കളറിൽ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി നൈസായിട്ട് ഇത് പരത്താൻ പറ്റുമേ, കാരണം നമ്മൾ ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് ഉഴുന്നുപരിപ്പിൻ്റെ ആ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് ദോശ നല്ല അടിപൊളിയായി വരും. നല്ല മെലീസായിട്ട് ഇത് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളതൊന്ന് നന്നായി പരത്തിയതിന് ശേഷം നമ്മളിതൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് സാധാരണ ഒരു ചട്നിയാണ്. ചട്നിക്ക് ഞാൻ വെറും തേങ്ങയും 2 പച്ചമുളകും ഇട്ട് അരച്ചതാണ് കേട്ടോ. കാരണം ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിനകത്തൊന്നും വറുത്തിട്ടുണ്ടല്ലോ. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്ന് പറയണേ കേട്ടോ. അപ്പോൾ ലൈക്ക്